ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മുടെ മുംബൈയിലത്തെ 3rd ഡേ ആണ്. ഇന്ന് കുറച്ച് പർച്ചേസിങ്, പിന്നെ എന്തെങ്കിലും മാളോ എന്തെങ്കിലും കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും തിരിച്ചെത്തണം. വൈകിട്ട് ദക്ഷിണ കാര്യങ്ങളൊക്കെയാണ്. നാളെ കല്യാണമാണ്. അപ്പോൾ ഇനി ഒരു രണ്ട് ദിവസമുള്ളേ ഉള്ളൂ. നാളെയും മറ്റന്നാളും കൂടി ഉള്ളൂ മുംബൈയിൽ നമ്മൾ. അപ്പോൾ ഇന്ന് 3rd ഡേയിലത്തെ വിശേഷങ്ങൾ കാണാം. ആദ്യം തന്നെ ബിന്ദേശ്വരിയും അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ പോകും. ഉച്ചയ്ക്ക് ശേഷം എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ദക്ഷിണ കൊടുക്കൽ, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ നാളെ കല്യാണം, അതോടുകൂടി പാർട്ടിയും കൂടി ഉണ്ട്. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. പിന്നെ മറ്റന്നാൾ പോരുകയാണ്. വെയിൽ ടീച്ചർ അവിടേക്ക് നടക്കുകയാണ്. ആ സ്ഥലം പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. ആ കാണുന്ന സ്ഥലം കബൂത്തർ ഖാന എന്നാണ് പേര്. കബൂത്തർ ഖാന. നമ്മള് എത്തിയിട്ടുണ്ട്. ബിന്ദു ചേച്ചിയുടെ ശശാങ്കിന്റെ വീട് എത്തിയിട്ടുണ്ട്. അച്ഛൻ നിൽക്കണു. അച്ഛൻ നടക്കാറിങ്ങിയതാണുണ്ട്. മോർണിംഗ് വാക്കാണോ? മോർണിംഗ് വാക്ക്. മോർണിംഗ് വാക്ക്. ഫുഡ് കഴിച്ചാ? കഴിച്ചു. അവിടെ അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിട്ട് നാരങ്ങല്ലേ? ഓക്കെ ഓക്കെ നോക്കാം. അപ്പൊ അതൊക്കെ അതെ. മറ്റേത് പഴുത്തോളും, ഇരുന്നിട്ട് പഴുത്തോളും, മഞ്ഞ കളറാണ്. ചെറുത് നമ്മുടെ അവിടെ തന്നെയാ. ഒടിച്ചു കുത്തി നാരങ്ങ, ഒടിച്ചു കുത്തി. വേറെയാ, കയ്പില്ലാത്തതാ. അതിൽപ്പെടെ എരിവും ഉപ്പും ചാത്തി ഇടാൻ പാടില്ല. പറ്റില്ല. നോക്ക്. ശരി. അച്ഛനെ നമ്മുടെ അവിടെ ഉണ്ടായി നാരങ്ങ കൊണ്ടു കൊടുത്തിട്ടുണ്ടായി. ഭയങ്കര ഇഷ്ടമാണ് വടുകപ്പുളി. അപ്പൊ അത് നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടായി. അത് ആളച്ചാർ കിട്ടുമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂന്ന് പറയാം. കാര്യം എനിക്ക് ഇഷ്ടമല്ല. നല്ല ആളും പറയുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. നോക്കാം. വരുന്നുണ്ട് വരുന്നുണ്ട്. എല്ലാവരും കേറട്ടെ. നല്ല ബുദ്ധിമുട്ടാണ്. പ്രിയ വിളിച്ചിക്കെന്താ
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശൈലജമായി റെഡി ആയില്ലേ? അല്ലേ ശ്രീലക്ഷ്മി ഇതിലൊക്കെ നിന്ന് തന്നെ നോക്കിയാ രാജലക്ഷ്മിയിലൂടെ കഴിഞ്ഞില്ലേ വെള്ളം കുടിക്കണതല്ലേ. രാവിലെ കൊണ്ടുവരുന്നുണ്ട് ചായ. കാല് പൊക്കണം കേട്ടോ, കാല് പൊക്കണം. അടിപൊളി അടിപൊളി സൂപ്പർ. ഇനി ഞങ്ങള് രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. രാവിലത്തെ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാനായിട്ട് ഇവിടെ കറങ്ങാൻ പോവാൻ. വേണ്ട പഴം മതി, വേണ്ട പഴം ഉണ്ടല്ലോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ തരാട്ടോ, ഇഷ്ടം പോലെ. ഇത് ഞാൻ കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പത്തിന് കുറവാണ്. ഗുഡ് മോർണിംഗ് ശശാങ്ക്. ഗുഡ് മോർണിംഗ് സൃഷ്ടിൻറ്റോ. ഇത് ഹൽദിയുടെയാണോ ചേച്ചി? അതെ, നമ്മള് ഈ പറയണ വോയിസ് ഒന്നും അതിലേക്ക് വരില്ല. ഇതില് വരും, അതിന് വരും. ഞാൻ ചേച്ചി ഇന്നലത്തെ പരിപാടി മിസ് ചെയ്താ പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ? ഇന്നലെ കുഴപ്പമുണ്ടായില്ല. പൊട്ട് ചെരിഞ്ഞാണോ ഇരിക്കണ? നോക്കട്ടെ, ഇങ്ങോട്ട് തിരിഞ്ഞേ. ഒരു സൈഡിക്ക് ഇങ്ങോട്ട്. ഓക്കെ, ഞങ്ങള് പോയിട്ട് വരാട്ടോ. സൃഷ്ടിയാണ് ഇന്ന് ഞങ്ങളെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത്. ഫുൾ ചെലവും സൃഷ്ടിയുടെയാണ്. പൈസ ഒന്നും എടുത്തിട്ടില്ല. അതെ, മൊബൈല് മതി. ഗൂഗിൾ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ഇല്ല. അല്ല, അവള് സർപ്രൈസ് ആയിട്ട് പേ ചെയ്യാനാണ്. ഞങ്ങള് സാധനങ്ങൾ എടുക്കുമ്പോഴേക്കും അവള് പേ ചെയ്യും. ഒരു ചെറിയ ഫോണൊക്കെ ആയിട്ടാണ് നമ്മൾ നടക്കണേ, അല്ലാണ്ട് വലിയ ഫോണൊന്നും ഇല്ല. വലിയ ഫോൺ ആണെന്നില്ല, ഗൂഗിൾ പേ ഉണ്ടായാൽ മതി. ടച്ച് സ്ക്രീൻ അല്ല ഫോൺ. നമ്പർ ബിന്ദു ചേച്ചി എവിടെയാ പോയാ? താഴേന്ന് ഫോട്ടോ എടുക്കണം. ബിന്ദു ചേച്ചി ഡ്രസ് മാറിയിട്ട് ഞാൻ എടുത്തില്ല. ബിന്ദു ചേച്ചി ആണ്ടാ? ബിന്ദു ചേച്ചി പോയി എടുത്തിട്ട് വന്ന വേഗം. ബിന്ദു ചേച്ചി സൃഷ്ടി ഇങ്ങട് 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 മലാഡ് നട്ടരാജ് മാർക്കറ്റ്. എവിടേക്ക് പോണെന്ന് പറയുന്നത്? മലാഡ് നട്ടരാജ് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റി മോൾ മലാഡ് ഞങ്ങള് തകർക്കാൻ പോവാണ്. ഒന്നും കൂടെ ഉള്ളി കറക്കല്ലേ. നാളെ കല്യാണം വൈബാണ്. തലേ ദിവസം വൈകുന്നേരം നാളെ കല്യാണം. വണ്ടി ഫ്രണ്ടിൽ കയറിക്കോ. എത്ര പേരുണ്ട്? ഇത്രയല്ലോ ഇത്രയുള്ളൂ. 3, 6, 7 പേര്. നമ്മള് റിക്ഷയില് പോണോ വണ്ടിയിൽ പോണോന്നായിരുന്നു ഡിസ്കഷൻ. ഇപ്പൊ നമ്മൾ ഫൈനൽ ചെയ്തത് വണ്ടിയിൽ എല്ലാരും പോന്നു.
പ്രിയ വാച്ചും കൂളിംഗ് ഗ്ലാസും മറന്നു. അതില്ലാതെ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. കിട്ടിയോ പ്രിയ? എല്ലാം സെറ്റ് അല്ല? ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്താണ് പറൂന് പറയാനുള്ളത്? വെയിലത്തുനിന്ന് നീങ്ങിന്നിട്ട് പറയാം. നിന്റെ നെഞ്ചത്ത് കിടക്കണു വേണടാ. നീ മറന്ന താഴെ ഉണ്ട്. പോട്ടെ. ഏകദേശം ഞങ്ങള് നല്ല തിക്ക് കൂട്ടി കൊണ്ടിട്ടുണ്ട് കാറില്. ഈ തിക്കൊന്നുമില്ല, കറക്റ്റ് അവരായിരിക്കും ചിലപ്പോ. ഇല്ലല്ലോ, അവരും കറക്റ്റാ. ഞങ്ങള് സ്ലിം, എല്ലാവരും സ്ലിം ബ്യൂട്ടീസ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കാറിൽ കൊണ്ടു. മെയിൻ ആള് ബാക്കിൽ ഇരുത്തിണ്ട്. ഇത്രേ ഉള്ളൂ. ആരോമലുണ്ണി പാപ്പന്റെ മോൻ അവിടെ ആരോ എവിടെ കണ്ണാട വെച്ച ആൾക്കാർ നോക്കുക. പ്രിയ കണ്ണാട വെച്ചില്ലല്ലോ. ഞങ്ങള് വളരെയധികം പൈസ ചെലവാക്കി. എല്ലാവരും ഓരോ കൂളിംഗ് ഗ്ലാസ് അങ്ങോട്ട് വാങ്ങിച്ചു. ഒന്നും നോക്കിയില്ല. പോട്ടെ, പൈസ പോട്ടെ, പവർ വരട്ടെ അല്ലേ പ്രിയ? അതെ, ഇങ്ങനെ എനിക്കറിയില്ല. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ഗോ നട്രാജ് മാർക്കറ്റ്. കണ്ണാട വെച്ചാൽ ശരിയാവില്ലേ? മലാട്, മലാട് എന്ന് പറയാം. മലാട്, മലാട്, ആട്, ആടന്നെ. രണ്ടാമത്തെ ഗേറ്റ്. മൂന്നാമത്തെ ഗേറ്റിലായിരുന്നു അവന്റെ ആദ്യത്തെ ഓഫീസ്. രണ്ട് ചേട്ടന്റെ ആദ്യത്തെ ഓഫീസ്. ഇപ്പൊ കുറച്ച് മുമ്പിൽ. ഇന്നലെ ഓബറോയ് മോളിൽ മോർഗൻ സ്റ്റാൻഡിൽ കണ്ടോ? നേരെ നോക്കൂ മുകളിലേക്ക്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ മോർഗൻ അതാണ് ഓഫീസ് അവന്റെ ഇപ്പോഴത്തെ. മൊത്തം ഒരു ഓഫീസാ? അവരുടെ ഓഫീസാണ്. അത് മൂന്നല്ല, പക്ഷെ മുകളിലത്തെ 4-5 നില അവര് തന്നെയാണ്. ബിൽഡിങ്ങിന്റെ പേര് അവരെ പേരില്ല അല്ലേ? നേരെ കാണുന്നത് ആ വലിയ ബിൽഡിംഗ്. അതില് വേറെ ഓഫീസ് ഉണ്ട്, പക്ഷെ അവരുടെ ചെറിയ അതുകൊണ്ടാണ് അവരുടെ മെയിൻ ഇതായതുകൊണ്ടാണ് ഇത് എഴുതണേ അല്ലേ? മോർഗൻ സ്റ്റാൻലി ശശാങ്കിന്റെ ഓഫീസും കണ്ടു. പോയാ? അവിടെ ഉള്ള പണി കഴിഞ്ഞു പോയി. ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് കവിത ചേച്ചി പോണേ. ആള് ഫാസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്യൂട്ടാ. പിന്നെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. കണ്ടു കണ്ടു. ചിരിച്ചുണ്ടാ. ഇവിടെ ഇവര് ഇന്നലെ വൈകുന്നേരം പോയ സ്ഥലം കുബ്രമോള്. പക്ഷെ ഇന്നലെ നല്ലോണം ട്രാഫിക് കിട്ടിയില്ലേ? നട്രാജ് മാർക്കറ്റിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ MM മിഠായി വാല എന്ന് പറഞ്ഞിട്ട് ഫേമസ് ചാട്ട് ഇതുണ്ട്, സെന്റർ ഉണ്ട്. അവിടുന്ന് പാനിപൂരി, ദഹിപൂരി എന്ത് വേണമെങ്കിൽ കിട്ടും അവിടെ. മലാഡിലെ ഫേമസ് MM മിഠായി വാല. അത് നമുക്ക് തട്ടണം. നമ്മുടെ നാട്ടിലെ പാനിപൂരിയും ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ഒറിജിനൽ സംഭവം ഇതായിരിക്കുമല്ലോ. ഓക്കെ, അത് കഴിക്കാം. അല്ലല്ലോ, എന്നിട്ട് വേറെ മലാടെത്തി. നമ്മള് നടരാജ് മാർക്കറ്റിലേക്ക് എത്തുന്നു. പിന്നെ ഇനി പർച്ചേസിങ്ങിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ പർച്ചേസിന് ഞാൻ എല്ലാം വീഡിയോ എടുക്കണം വെച്ചാൽ അതൊരു പാഷനാണ്. പാഷനല്ലേ നമ്മള് സാധനം നോക്കല്ലേ. അതന്നെ, കയ്യിന് ഒഴിവില്ലല്ലോ, കവറല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാം, ഇവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഒരു ഹോൾ ഇടാം. ഹോൾ വീഡിയോ ഇടാം. മുംബൈ ഹോൾ അതിടാം. इधर ही रुकाएंगे क्या? इधर ही रुकाएंगे? उनको भी बोले थे फिर इधर ही रुकाने के लिए. उनको भी बता दिया क्या? मैं फोन करती. നമ്മൾ എത്തിയിട്ടുണ്ട്, നട്രാജ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഫുൾ ഷോപ്പിംഗ് ആണ്. വീഡിയോ ഒന്നും കിട്ടാൻ വലിയ വഴിയില്ല. അത് ജസ്റ്റ് ഞാൻ എത്തുമ്പോഴേക്കും ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കാം. ഇവിടെ നിന്ന് ചേച്ചി തുടങ്ങണ ഷോപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ടാ? എല്ലാവരും പറയൂ. ഗൈസ്, നമ്മൾ നട്രാജ് മാർക്കറ്റ് എത്തിയിരിക്കുന്നു. നമ്മുടെ റൈറ്റിൽ അവിടെ കാണുന്നതാണ്
ഇതാണ് MM മിഠായി വാല ഫേമസ് ബ്ലൂ കളറില്. പിന്നിൽ കാണുന്നതാണ് മലാഡ് സ്റ്റേഷൻ. ഓക്കെ ഏറ്റവും ക്രൗഡ് ഉള്ള സ്റ്റേഷനാണ് അതല്ലേ. ഓക്കെ ഓക്കെ. ഇത് ക്യൂട്ടല്ല. ഓറഞ്ച് നോക്കി. എന്ത് ഓറഞ്ച് ഇതിനെ പറയാ? ഈ ഓറഞ്ച്. ഈ ഓറഞ്ചിനെ ഒരു കാര്യം പറയില്ലേ, ഇപ്പൊ ഒരു പേര് പറയില്ലേ, ഇതിനെ റെസ്റ്റോറന്റ് എന്ന് പറയൂലോ. അതാണ് ഞാൻ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ കിട്ടില്ല. മോനിഷ എന്നോട് പറഞ്ഞടി നിന്റെ ആ ബനിയന്റെ മറ്റേ ഓറഞ്ച് അല്ലേ എന്ന്. എനിക്ക് ഓർമ്മയില്ല അത് പേര്. എനിക്ക് ഈ ഓറഞ്ച് നല്ല ഇഷ്ടമായി, പക്ഷെ ഇത്ര വലിയ ബാഗ് ഞാൻ ഇടില്ല. ബാഗുകളുടെ കടയാണ്. ബാഗുകളുടെ ഇത് കൊള്ളാലോ. അത് ഇന്ത്യ സെയിം ആണോ? കൊള്ളാല്ലേ. സൃഷ്ടി മാലിം ഇതൊക്കെ ഭയങ്കര റേറ്റ് ആണോ? ഭയങ്കര റേറ്റ് ആണോ? കേറി നോക്കാം. അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടും. ചുമ്മാ നോക്കണം. നല്ല സാധനം കിട്ടും. അവിടെ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിലേ നമുക്ക് ഇവിടേക്ക് തന്നെ വരാം. ഓക്കെ പ്രശാന്ത് ഏട്ടന് ഇവിടെ നല്ല സാധനം കിട്ടും. ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിലും നല്ല സാധനം കിട്ടും. അവിടെ ആണെങ്കിൽ ചീപ്പ് സാധനമായിരിക്കും റേറ്റ് കുറവിന് കിട്ടാന്നാണ് പ്രശാന്ത് ഏട്ടൻ പറയണത്. ഈ ഒരു മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. നമുക്ക് കുറച്ചൊക്കെ പേശാനും പറ്റും. ഒരുപാട് അങ്ങോട്ട് ചീപ്പായിട്ട് കിട്ടില്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല റേറ്റ് കുറവിന് കിട്ടും. പക്ഷേ ഞങ്ങൾ പോയത് ഇന്നൊരു ഹാഫ് ഡേ മാത്രമേ ഞങ്ങൾക്ക് കറങ്ങാനുണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സമയമെടുത്ത് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. പ്രശാന്തേണ്ട അമ്മയ്ക്ക് സാരിയും ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാനും കുറച്ച് ബാഗൊക്കെ വാങ്ങിച്ചു കേട്ടോ. നേരത്തെ കണ്ട ആ ഓറഞ്ച് കളറില്ലേ റെസ്റ്റോറൻറ്റ്, ആ കളർ ഒരു കുട്ടി ബാഗ് ഇവിടെ കണ്ടു ഇങ്ങനെ സൈഡിലോട്ട് ഇടുന്നത്. അത് പ്രശാന്തേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. അതാണ് എൻ്റെ കയ്യിലുള്ള കവറ്. ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങൾ നോക്കാം. ഫേമസ് ആയിട്ടുള്ള ചാട്ട് കഴിക്കാൻ പോരുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് കൂപ്പണൊക്കെ എടുത്തിട്ടാണ് അവർ തരുള്ളൂ. ചാട്ട് ഫേമസ് ചാട്ടാണത്. അതായത് നമ്മുടെ പാനിപ്പൂരി ദഹിപ്പൂരി സംഭവങ്ങളില്ലേ, അതൊക്കെയാണ്. കൂപ്പണൊക്കെ എടുത്തിട്ടാണ് തരുള്ളൂ. അല്ലല്ല, അവന് വേണ്ട വാച്ച് ഇഷ്ടംപോലെ വാച്ചുണ്ട്. ഫേമസ് MM-ലാണ് നിൽക്കുന്നത്. ഇവിടെ പാനിപ്പൂരിയാണ് ആദ്യം കഴിക്കാൻ പോകുന്നത്. ഇവിടുത്തെ പാനിപ്പൂരി. ഓക്കെ ഇതാണ് പാനിപ്പൂരി. അമ്മാമ തുടങ്ങ്. അമ്മാമ അങ്ങനെ വായിലിക്കിത് വെള്ളം കളയല്ലേ. ആ ഹരിതേച്ചി പോട്ടെ. എന്താ ചേച്ചി? ലസ്സി. ഞങ്ങൾ ദഹിപ്പൂരി കഴിക്കാൻ പോവാണ്. ദഹിപ്പൂരി തൊടല്ലേ മോളെ. ആ ദഹിപ്പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചേട്ടൻ. ഇത് തരട്ടെ.
ഉമ്മശീവിന് ചെറിയൊരു പനിയുടെ ആരംഭമുണ്ടോ എന്നൊരു ഡൗട്ട്. വാ 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 ജാനൂടെ വാ, വേണ്ട ഇവിടെ വാ. ദഹിപൂരി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ നേരമായി, ഇതുവരെ ഇങ്ങോട്ട് തന്നില്ല. ദഹിപൂരിയുടെ ആള് ദഹിപൂരി ദഹിപൂരി കഴിക്കാൻ വന്നേക്കാണ് ഞങ്ങള്. മലാട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് MM മിഠായി വാല. MM മിഠായി വാല. നിരത്തി വെച്ചിട്ടില്ല നമ്മുടെ. ഞാൻ തൈര് ഒഴിക്കും. എവിടെ തൈര് ഒഴിക്കണ ആള് പോയാ? തൈര് എടുക്കാൻ പോയതാണ്. അത് ഒഴിച്ചത് ഇങ്ങോട്ട് തന്നൂടെ? അത് മെൽറ്റ് ആയി ക്രിസ്പിനെസ് പോയില്ലേ? ആ അപ്പോ പ്ലേറ്റ് ചെയ്തിട്ട് ചെയ്തോനാ. ആ ചേട്ടാ വാങ്ങിച്ചേട്ടാ. ആ വേണ്ട, കൊച്ചിൻ്റെ അടുത്തേക്കാം. എരിവിടണ്ടെന്ന് പറയോ? ഒരു പ്ലേറ്റിൽ എരിവിടണ്ടെന്ന് പറയോ? കാണിച്ചേ കാണിച്ചേ. ഓക്കെ വാങ്ങിച്ചോ വാങ്ങിച്ചോ. തൈര് ഒഴിച്ചതാ, തൈര് ഒഴിച്ചു. നട്രാജ് മാർക്കറ്റ്. ഇനി ഇൻഫിനിറ്റി മാളിലേക്ക് പോവാണ്. ഫംഗ്ഷന് വൈകി ഇൻഫിനിറ്റി മാളിലേക്ക് പോവാം. എല്ലാവർക്കും പുതിയ വാച്ച് ഉണ്ട്, കണ്ണാടി ഉണ്ട്, ബാഗുണ്ട് അല്ലേ? അതില് പാവക്കുട്ടിയുടെ ബ്ലോക്ക് 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 ഗൈസ്. പറഞ്ഞേ പറു. ബ്ലോക്ക് ഗൈസ്. വാട്ട് വി ഡു? ഇപ്പൊ അത് വീട്ടോ വണ്ടിയില്. അതിനുള്ളിലത്തെ സാധനമൊക്കെ എടുത്തിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകണം. ഹലോ ഗൈസ്, നമ്മൾ എത്തിയിട്ടില്ല ഗൈസ്. വേറെ വേറെ ഓർബിറ്റ് മോളാണ്. ഓർബിറ്റ് മോളാണ്. ഇൻ ഓർബിറ്റ്. ഇൻ ഓർബിറ്റ് നമ്മുടെ നമ്മള് പോണത് ഇൻഫിനിറ്റി. ഓക്കെ എക്സ്പ്രഷൻസ് ഇടാനുള്ള ആൾക്കാരുടെ ഇഷ്ടം പോലെ. കഴിഞ്ഞില്ലിത്. വേറെ വേറെ ഏതെങ്കിലും എക്സ്പ്രഷൻ ഇടും. പാറും കാണിക്കും. ക്യൂട്ടി പാറു. ഓക്കെ ഇൻഫിനിറ്റി മെയിൻ എൻട്രി ഇവിടെയാണ്. ഇൻഫിനിറ്റി മോൾ. പിന്നെ ഇത് ഇവിടെ പാർക്ക് ചെയ്യാലോ അല്ലേ? ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ നോക്ക്. നമ്മൾ മാളിലെത്തിയിട്ടുണ്ട്. ആരാ പറഞ്ഞത്? അതാരാ പറഞ്ഞത്? എന്റെ മോന് വയ്യ. എവിടെ എത്തി? എത്തിയിരിക്കുന്നു ഗായ്സ്.
അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നടക്കില്ല കേറിട്ട് എനിക്ക് താങ്ങുന്നില്ല. ഇൻഫിനിറ്റി മോളിൽ നമ്മളെല്ലാരും ഇൻഫിനിറ്റി മോൾ. ഡ്രസ്സൊക്കെ വെറുതെ നല്ല ക്വാളിറ്റി ഉള്ള കിട്ടല്ലോ. എനിക്ക് പോണം. Pantaloons. എനിക്ക് ഇനി കുറച്ചധികം ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാനൊരു ട്രാവൽ ബാഗ് വാങ്ങി. VIP-യുടെ ട്രാവൽ ബാഗ് വാങ്ങി. ഇതോടുകൂടി എൻ്റെ ട്രാവലിംഗ് ആരംഭിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് കലക്കാൻ പോവാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾ പോവാണ്. ഏകദേശം ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നംശിന് ചെറിയൊരു ചൂടൊക്കെ വരുന്നുണ്ട്, തലവേദനയുണ്ട്. അപ്പോൾ അതേ ഒരു സ്വെറ്റർ വാങ്ങി ഇടിപ്പിച്ചേക്കാണ്. എന്താണെന്നറിയില്ല, വല്ല ഭക്ഷണത്തിൻ്റെ ആണോ തണുപ്പിൻ്റെ ആണോ എന്തോ അറിയാറുണ്ട്. ഒരു തലക്ക് പോവാണ്. ഇനി എങ്ങോട്ടാ? ഫുഡ് അടിക്കാനാ? ഇതിൽ വെച്ചോ, അതിൽ കൊള്ളില്ലേ? എവിടെ നിർത്തണേ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയേക്കാണ്. മാളിലത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സവേര റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ. സവേര എവിടെ? സവേര ഹോട്ടൽ ഫുഡ് അടിക്കാൻ പോവാണ്. ഇത് ഈ ചില്ലിന്റെ ഫുള്ള് ചില്ല. ദിസ് ബിൽഡിംഗ്. യെസ്. ഇവിടെ ആദ്യം ശശാങ്കിന്റെ ആദ്യത്തെ ഓഫീസ്. എവിടെ കാണുന്നത്? ഇപ്പൊ കുറച്ച് മുമ്പ് പോയി ബ്ലോക്ക് നോക്കൂ. കാണിക്കണത് മുംബൈയിലത്തെ ട്രാഫിക് തന്നെയാണ് കാണിക്കണേ. നീങ്ങണ്ടെന്ന് അറിയണില്ല. യൂട്യൂബ് ഗ്രാഫർ അല്ല ഒന്നല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയാ, അല്ലെങ്കിൽ യൂട്യൂബർ എന്ന് പറയാ. രണ്ടും കൂടി കൂട്ടിട്ട് യൂട്യൂബ് ഗ്രാഫർ. അതെന്തിട്ട് എന്റെ നിന്റെ കണ്ടുപിടുത്തം. അപ്പുറത്തല്ലേ പരമേശ്വരേട്ടൻ വ്ളോഗർ പരമശിവം.
അങ്ങനെ നമ്മൾ ഉച്ചവരെ എന്ന് വെച്ചാൽ ഒരു 3 മണി വരെയൊക്കെ കറങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ റൂമിൽ വന്ന് അതാ എല്ലാവരും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ തലേ ദിവസത്തെ പരിപാടിക്ക് എല്ലാവരും ഡ്രസ് കോഡ് സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടാണ്. പിന്നെ ഈ സെറ്റ് മുണ്ട് എൻ്റെ തിരുവാതിരക്കളിയുടെ സെറ്റ് മുണ്ടാണ്. നമ്മുടെ അമ്പലത്തിൽ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെടുത്ത സെറ്റ് മുണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് കല്യാണ തലേന്നിന് പോവാണ്. സെറ്റ് മുണ്ടാണ് ഡ്രസ് കോഡ്, എല്ലാവർക്കും സെറ്റ് സാരി സെറ്റ് മുണ്ടാണ്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സെറ്റ് മുണ്ട് അങ്ങോട്ട് കൊടുത്തു. സെറ്റ് മുണ്ട് കൊടുക്കല് വളരെ ബോറാണ്. ബോർ മീൻസ് എനിക്ക് ഇത്തിരി പണിയാണ്. സെറ്റ് സാരി കൊടുക്കണം അത്രയും സുഖമില്ല എനിക്ക് സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ. സാരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ തലേ ദിവസം അവരെ അവിടേക്ക് പോവാണ്. ദക്ഷിണ കൊടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. പ്രിയ റെഡി ചെയ്ത് നോക്കാം. ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഷാദി ബാലാഗ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇല്ല, തുടങ്ങിയിട്ടില്ല. ദക്ഷിണ തുടങ്ങിയിട്ടില്ല. ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ ദക്ഷിണ ഇവിടെ ദക്ഷിണ ഇന്ന് ഇവിടെ ഹാളില് നാളെ മാരേജ് ആണ്. മാറ്റണോ? ഹാളിലേക്ക് മാറ്റണോ? അങ്ങനെ കല്യാണത്തിന്റെ തലേദിവസമായി, ദക്ഷിണ കൊടുക്കണ ഫംഗ്ഷനായി. അപ്പം എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഇത് നമ്മുടെ അമ്മായിയുടെ ഫാമിലിയാണ്. അമ്മായിയുടെ മോൻ രാജേട്ടൻ, പിന്നെ ശ്രീലക്ഷ്മി, പിന്നെ നമ്മുടെ സുന്ദരി പെണ്ണ്, അപ്പോൾ കുഞ്ഞാറ്റ. അപ്പോൾ അവരുടെ ഫോട്ടോ സെക്ഷനാണ്. രാജേട്ടൻ അവിടെ തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നാണ്, ആൾ അവിടെ തന്നെയാണ്. അടുത്തത് നമ്മുടെ വൺ ആൻഡ് ഓൺലി പ്രശാന്ത് ആൻഡ് ഫാമിലി. ഇതാണ് പ്രശാന്ത് ഏട്ടൻ, ജാനകിക്കുട്ടി, പിന്നെ ഞാൻ, പിന്നെ ദേ എൻ്റെ അമ്മായിയമ്മ ഓമന. നംശുവിന് ചെറിയൊരു പനിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുടെ മുഖം അത്ര സുഖമല്ല. അപ്പോൾ നംശു ഇത് കഴിഞ്ഞ് പോയി കിടന്നു. പിന്നെ ഒറ്റ ഫോട്ടോയിലും വീഡിയോയിലും അവൻ ഉണ്ടാവില്ല. അവൻ ഇത് കഴിഞ്ഞ് ഫുഡ് കൊടുത്ത് അവനെ കൊണ്ടുപോയി കിടത്തി ഗുളികയൊക്കെ കൊടുത്തിട്ട് പിന്നെ മാറി. കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. പിറ്റേ ദിവസം ആയിപ്പിക്കുക. ആ ഗുളിക കൊടുത്തതുകൊണ്ട് ശശാങ്ക അവിടുത്തെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ വിളിച്ച് ചോദിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ കൊടുത്തത് കൊണ്ട് അവന് പിറ്റേ ദിവസമായപ്പോഴേക്കും ഓക്കെ ആയി. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പനിയായിട്ടാ. നമ്മളവിടുത്തെ പരിപാടി കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ Smile, please. Go. आपको मेरे पास आप इधर खड़े हैं। मैं आप आ रहे हो? नहीं। കുമാരോടെ പോയി വരണ്ട് आएगा अभी। हाँ वो आने को बात नहीं। अच्छा बैठो। तुम आओ। शाबाश। അച്ഛനെ സെന്ററിലേക്ക് നിർത്തായിരുന്നു കേട്ടോ. मेरे को देखिए स्माइल वेट बेटा बेटा मेरा पता नहीं होती है स्माइल
वीडियो है ना बोलो वीडियो ना स्माइल का ऐसे एक दूसरे को स्माइल करो बोलो फायर उള്ളിൽ എടുത്തോളാം ഇതിന് ഫയർ ഇല്ല എനിക്ക് ടെൻഷൻ ഇല്ല ശ്വാസം പിടിച്ചിട്ടുണ്ടാവും ഫയർ ഞാനും സിന്ധു Breathe in. सर थोड़ा पीछे हटो ऐसे उठना दो मैं स्माइल प्लीज मैं आप थोड़ा सा कर दो पेट दिखेगा. बस चलो मैम थोड़ा आगे आ जाओ आप उनके साथ पीछे जाओ वाह Okay? बैठा ना मेरा और मेरे बेटे का अकेले रेडी चलो आपको अपना अपना निकालो फोन सब फोन निकाल दो. इसका आईफोन है रहने दो किसको देने का? अच्छा फोन निकालने का है. इनको कल से हमारे को देंगे इसको बेटा इंग्लिश. रेडी हो लोग क्या प्लीज स्माइल मेरे नहीं है അതല്ല ബാക്കിൽ നിൽക്കാനാ देखो वेट ऐसे होना ऐसे क्या फोन देगा? എല്ലാം സതീശ്വരൻ കത്തിച്ചോട്ടെ बैठे तो किससे एक्सप्रेशन ऐसा ताकि फोन में അച്ഛനെ പറ്റോ अच्छा मैं पदक 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 साइड साइड प्रशांत है टाइगर എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഒരു മിനിറ്റ് ഇതിന് മുമ്പ് പറഞ്ഞ ഏത് റൂമിലിരുന്നിട്ട് റൂമിലിരുന്നിട്ട് ഏത് ആക്ഷൻ കാണിച്ചത് അതോടല്ലേ ഞാൻ ഇനി നമ്മുടെ ദക്ഷിണ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഭഗവാന്റെ മുമ്പിൽ തൊഴുതിട്ട് ഇനി ദക്ഷിണ കൊടുക്കാൻ പോവാണ് കേട്ടോ ഓരോരുത്തർക്കായിട്ട്. ചേച്ചി आगे सब लोग आ गए. हो गया. यहाँ पे देखो हाथ रखिए यहाँ पे देखो एक बार आइए. आइए आप देखिए स्माइल करिए डन कंटिन्यू കൃഷ്ണ വിട്ട് കഴിയുമ്പോഴേക്കും നീ എല്ലാവരും കാല് വീഴണ്ട ഒരാളുടെ മാത്രം പണിയാൽ മതി അത് വേണ്ട അത് പിന്നെ പഠിക്കാം नॉर्मली ऐसा देखो
സൃഷ്ടി ഇത്തിരി കയറി നോടി. येलो किया यहाँ पर देखो एक बार ऐसे हाँ बेटा यहाँ देखो मेरे पास नाम को किया यहाँ देखो मेरे पास लो किया तो यहाँ देखिए चलो यहाँ देखिए मेरे पास थोड़ा यहाँ देखिए मैम आप थोड़ा आगे आइए आप थोड़ा आगे आगे आप आगे परफेक्ट लुक हियर वेट ഇങ്ങനെ എടുത്തോളൂ കേട്ടോ. വണ്ണില് ഈ ഹൈറ്റിൽ പിടിച്ചാൽ Okay, look here, please. But everyone is falling sick. This second person is sick. Doing other things. Again training starting. I used to run अभी वापस चालू किया. हाँ. Twice in a week. मेरे पास देखो आप ही के पास देख रहे हो ഈ പുള്ളി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര എനർജിയാണ് ആൾക്ക്. സംഗീതനായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ഭയങ്കര ഇതായിട്ട് ഹോസ്റ്റ് ചെയ്തത് ആളാണ്. അപ്പൊ ആൾ അടിപൊളിയാണ്. ഇത് നമ്മുടെ സ്വന്തം പരമേശ്വരൻ ചേട്ടനും സുനിതേച്ചു കേട്ടാ. ഇത് നമ്മുടെ ബിന്ദു ചേച്ചിയുടെ അച്ഛനാണ് കേട്ടാ. പാവാണ്. ഞങ്ങളൊക്കെ വലിയ കമ്പനിയാണ് കേട്ടാ. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ആരാന്നുള്ളത്. പ്രശാന്ത് ഏട്ടനെ നന്ദി അറിയിക്കുന്നു 25-ാം തീയതി വന്നേന്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മുടെ കല്യാണ പയ്യന്റെ അച്ഛനും അമ്മയാണ്. സതീശൻ ചേട്ടനും ബിന്ദു ചേച്ചിയാണ് കേട്ടാ. സുന്ദരി ഓക്കെ. ഇത് ബിന്ദു ചേച്ചി, ശശാങ്ക്, ബിന്ദു ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. അത്
ഹിന്ദി ഹിന്ദി ഇതറിത് Smile, please. चलो यार देखिए मेरे पास स्माइल फ्लैश मारेंगे चलेगा निकालो गुड मॉर्निंग रूम याद आ गया बिंदु मेरे को याद है हमारी शादी में कुछ हुआ नहीं था लोग याद नहीं रहेगा तो नहीं, हमारी शादी में ऐसा कुछ हुआ ही नहीं था संध्या കല്യാണ തലേന്ന് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ തീർന്ന് ഞങ്ങള് താമസ സ്ഥലത്തേക്ക് നടക്കാണ്. ഓട്ടോയൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നടക്കാണ്. ഓട്ടോക്കാരൊന്നും നിർത്തണില്ല. എത്തി ഞങ്ങള്, നടന്നു കഴിയാണ്ടായി വന്നു. എത്തി ഞങ്ങളങ്ങനെ നടന്നു കഴിയാണ്ടായി എത്തി എത്തി എത്തി. ഓട്ടോ ഇഷ്ടംപോലെ കിട്ടുമെന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട്, പോകണ്ട അതിന്റെ വഴിക്ക്. അങ്ങനെ തലേ ദിവസം കഴിഞ്ഞു. ഇനി കല്യാണം നാളെ. എണീക്കാൻ പറ്റുമെന്തോ. അപ്പൊ കല്യാണ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ. ടാറ്റ ബൈ, സീ യു.